ചാനലുണ്ട് ഓണാക്കിയാലേ ഇപ്പൊ ഇലക്ഷന്റെ വാർത്ത പോലെയാണ്. അവിടെ അത് ചെയ്തു, ഇവിടെ ഇങ്ങനെ ഇട്ടു, ബോംബിടാൻ പോകുന്നു, ബോംബ് ഇട്ടു, വിമാനത്താവളങ്ങൾ അടച്ചു, വ്യാജമായ വാർത്ത, വ്യാജമല്ലാത്ത വാർത്ത, എവിടെ നിന്നൊക്കെയോ കിട്ടിയ വാർത്തകള്. ആകെ ഒരു അടിപിടി എല്ലാ ചാനലിലും. ശരിക്കും യുദ്ധം അവിടെ നടക്കുന്നതിനേക്കാളും വലിയ യുദ്ധമാണ് ഈ ചാനലുകാർ തമ്മിൽ ഇവിടെ നടന്നുകൊടുക്കുന്നത്. ഫസ്റ്റ് റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുന്നു. രാജ്യം അതീവ സുരക്ഷയിലേക്ക് പോകുന്നു. മൂപ്പരന്റെ ഒരു ഭാഗത്ത് ഫേക്ക് ന്യൂസ് കൊടുക്കുക, എന്നിട്ട് മൂപ്പരന്റെ അപ്പുറത്ത് കൊടുക്കരുത് എന്നും പറയാം. രാവിലെ നീച്ചിട്ട് പറയണത് വിമാനത്താവളങ്ങളെല്ലാം അടയ്ക്കാൻ പോകുന്നു, അടച്ചിട്ടു എന്നൊക്കെ. വൈകുന്നേരം വന്നിട്ട് പറയാ രാജ്യത്ത് ഇതുപോലത്തെ ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്, ആരും അതൊന്നും വിശ്വസിക്കരുത്. ആനയാണ് വല്ലാത്തൊരു തൊലിക്കട്ടിയാണല്ലേ. ഇങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി നുണ പറയാനും വേണം ഒരു തൊലിക്കട്ടി. ഒട്ടേറെ വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. പലതരം മിസ്ഇൻഫർമേഷൻ നമ്മളടക്കമുള്ള മാധ്യമങ്ങളുടെയും വെബ്സൈറ്റുകളിലേക്കും നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരിലേക്കും ഒക്കെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വ്യാജ വാർത്തകളും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. വളരെയധികം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന സമയമാണ്. ചങ്ങായിമാരെ, എന്തായാലും നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾ കേട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ രണ്ടുവട്ടം ആലോചിക്കേണ്ടി വരും. ശ്രദ്ധിച്ചോണ്ടു. ചില കാര്യങ്ങളൊക്കെ ഇവരെ ഈ പറഞ്ഞു കേൾക്കുമ്പോ കുറച്ച് ഓവറല്ലേ എന്നുള്ളത് നമുക്കും തോന്നുന്നുണ്ട്. ശരിയല്ലേ? ഒട്ടേറെ വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. പലതരം മിസ്ഇൻഫർമേഷൻ. ഫസ്റ്റ് റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുന്നു.